ഹലോ ഡിയേഴ്സ്, ഇന്ന് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഗുണമുള്ളതും അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു ക്യാരറ്റ് പുളിശ്ശേരിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്. ഇതിൻ്റെ തൊലി പതിയെ ചീവി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഞാൻ ചെറിയ ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരകിയതാണ്. കപ്പിൻ്റെ അളവിലാണെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. ഇനി തൈരാണ് വേണ്ടത്. 1 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം. ഇനി എരിവിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. കൂടുതൽ എരിവ് വേണ്ടാത്തവർ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. നാടൻ വെളുത്തുള്ളിയാണ് നല്ലത്. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുക്കണം. ഇനി 1/2 ഇഞ്ച് കട്ടിയിൽ 1 കഷ്ണം ഇഞ്ചിയും കൂടി വേണം. അപ്പോൾ ഈ തേങ്ങയും തൈരും ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് വേവിക്കാനുള്ള വെള്ളമാണ്. കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് കുറച്ച് നേരം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ച് നീളത്തിലൊക്കെയാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതുരത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയും അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ് ഇപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുക്കാം. നമുക്കിനി പോരാത്തത് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും തൈരും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അരച്ചെടുത്തതാണ്. ഈ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ചേരുവ ഈ പുളിശ്ശേരിയെ അടിമുടി മാറ്റിമറിക്കും. 1 കഷ്ണം ശർക്കരയാണ്. പുളിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുത്തുന്നത് ഈ ശർക്കരയാണ്. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള അളവിലാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങാരപ്പ് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് ശർക്കരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാകുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം ആ ശർക്കരയും മെൽറ്റായിക്കൊള്ളും. അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കടുക് വറുത്ത് റെഡിയാക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർക്കാം. ഇപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് വേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ മുളകും വേപ്പിലയും പാകത്തിന്
ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ഈ മുളകൊക്കെ കരിഞ്ഞു പോകും. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചൂട് അല്പം കുറഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അടിപൊളി ഐറ്റം ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഈ എണ്ണയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പാകത്തിന് ഇത് ചൂടായി കിട്ടും. ഇങ്ങനെ മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല ഭംഗിയുണ്ടാവും, കുറച്ചുകൂടി ടേസ്റ്റും കൂടും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുളിശ്ശേരി തിളക്കാൻ പാകമായിട്ട് നിൽപ്പുണ്ട്. തിളച്ചിട്ടില്ല. തിളക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ വറുത്തെടുത്ത കടുക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് പാകമാണ്. തിളച്ച് പോയാൽ ഇതെല്ലാം പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മൂപ്പിച്ച് ചേർത്താൽ കറിക്ക് നല്ല ഭംഗിയും ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവും. വറവ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. തണുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല കുറുകിയ പാകത്തിലിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് സദ്യക്ക് എല്ലാവരും ഈ അടിപൊളി പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു ഓണസദ്യ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.